ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ. സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ. സർവദോഷങ്ങളും പാടെ ഒഴിച്ചിട്ട് സർവദോഷങ്ങളും പാടെ ഒഴിച്ചിട്ട് സൗഭാഗ്യം നൽകുന്ന സർവേശ്വരൻ. ശുഭാനന്ദം ആത്മബോധോദയം. ശുഭാനന്ദം ആത്മബോധോദയം. സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ. ജാതിയുമില്ല മതവുമില്ല സ്ത്രീ പുരുഷഭേദം ലേശമില്ല. സത്യസ്വരൂപനെ ആരാധിച്ചിടുന്ന ചിത്തത്തിലൊക്കെയും വാഴുന്നവൻ. സത്യസ്വരൂപനെ ആരാധിച്ചിടുന്ന ചിത്തത്തിലൊക്കെയും വാഴുന്നവൻ. പക്ഷപ്രതിലേശമില്ലാതെ ഉള്ളൊരു ആത്മബോധോദയ സംഗമാണ്.
ಶಾಶ್ವತ സുഖരൂപ സുഖവറിവാൻ ഉള്ളറിവായിട്ടകമി വാഴൂ ഗുരുദേവ വാഴും ഗുരുദേവ
ഗുരുദേവ എന്നും വാഴും ഗുരുദേവ ശാശ്വത സുഖരൂപ സുഖമറിവാനുള്ളറിവായിട്ടകമേ വാഴും ഗുരുദേവ വാഴും ഗുരുദേവ എന്നും വാഴും ഗുരുദേവ ദൈവം പോലെ മനനം ചെയ്യും മനതാരിൽ താൻ ഗിരിദൈവം പോലെ മായാമറയെ മാറ്റി മനസ്സൂവേ നൽകുന്നു ഗ്രഹത്തിൽ നിറകുടമേ തിരുകൃപയാൽ എന്നിൽ ചൊരിയണമേ അനുഗ്രഹത്തിൽ നിറകുടമേ തിരുകൃപയാൽ എന്നിൽ ചൊരിയണമേ ഉന്നതനായ ദൈവം ശുഭാനന്ദ ദിവ്യരൂപം നാലാമതായി സ്വീകരിച്ച ദിവ്യദേഹത്തെ ഒരുക്കുവാൻ തിരിച്ചുദയമായി വന്ന തിരുവുടൽ കൂടി ആ ഭവനത്തിൽ എഴുന്നള്ളി നിന്നുകൊണ്ട് സർവശക്തി കീർത്തിച്ച കീർത്തനമാണ് ഇപ്പോൾ നമ്മൾ ആലപിക്കുന്നത്. അനുദിനം അനുഗ്രഹത്തിൽ കരുതി എന്നെ വളർത്തണമേ കരുണയുള്ള ഓമനക്കണ്ണനെ കാണുവാനായി ഓമന കുഞ്ഞുങ്ങൾ ഓടിയെത്തി ഓമനക്കണ്ണനെ കാണുവാനായി ഓമന കുഞ്ഞുങ്ങൾ ഓടിയെത്തി
തൃക്കൈയിൽ ദക്ഷിണ അർപ്പിക്കാനും പൊന്നോ മനപാദത്തിൽ ചുംബിക്കാനും തൃക്കൈയിൽ കരുതിയ മധുരമാണ് ആനന്ദമായി സ്വീകരിക്കുവാൻ തൃക്കൈയിൽ കണ്ണനെ കാണുവാനായി ഓമന കുഞ്ഞുങ്ങൾ ഓടിയെത്തി ഓമന പൊന്മുഖം കാണുവാനും പൊന്നോമനത്തെ മൊഴി കേൾക്കുവാനും ഉന്നതനായി അതിധീരനായി 17 സംവത്സരക്കാലം വാണിരുന്ന ആ പൊന്നുതിരുമേനിയുടെ ജന്മനക്ഷത്രം ആഘോഷിക്കാനാണ് നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന് വന്നിരിക്കുന്നത്. ആ തിരുശരീര വാഴ്ചയെ കണ്ടിട്ടില്ലാത്തവരും ഈ കൂട്ടത്തിലുണ്ട്. എന്നാൽ അതിൽ നിന്നുള്ള ഗുണവിശേഷങ്ങളെ പലപ്പോഴായി ഇപ്പോൾ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് വർണ്ണിക്കുകയും അതുപോലെ നമ്മുടെ ഭക്തസന്താനങ്ങൾ പല അനുഭവങ്ങൾ പറഞ്ഞു കേൾക്കുകയും അതിലെല്ലാം ഉപരി മാറ്റമില്ലാത്ത സർവശക്തിയുടെ വാഴ്ചയാണ് നടക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി എല്ലാ ശരീരവാഴ്ചയും ആദരിച്ചും ബഹുമാനിച്ചും കൊണ്ടാണ് ഈ കണ്ടിട്ടില്ലാത്തവരും ഇന്ന് ഈ ജന്മനക്ഷത്രം ആഘോഷിക്കുവാൻ ഓടിയെത്തിയിരിക്കുന്നത്. ഈ അനുഭവസ്ഥത ആത്മാവിൽ നിലനിർത്തിക്കൊണ്ട് ഏതനുഭവസ്ഥത? ജന്മിയാകുന്ന ജഗദീശ്വരൻ വന്നു നിന്ന് രക്ഷിക്കുന്ന രക്ഷയിൽ കൂടി ലഭിക്കുന്ന അനുഭവം. ഇത് നഷ്ടപ്പെടുത്താതെ അതിനെ തന്നെ ആശ്രയിച്ച് ജീവിച്ചാൽ ഉന്നതമായ ഒരു ഭാഗ്യാവസ്ഥ നിങ്ങൾക്കുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം സർവാത്മാക്കൾക്കും ഏകാത്മാവാകുന്ന പരമാത്മാവാണ് പരമഗുരുവായി വന്ന് ലോകത്തിൽ വാഴുന്നത്. ആ പരമഗുരുവാണ് പരമാർത്ഥം പറയുന്നത്. ആ പരമാർത്ഥമാണ് ആത്മാവിനെ പകലാക്കി മാറ്റുന്നത്. മനസാ വാചാ കർമ്മണ വന്നുപോയ ദോഷദുഃഖങ്ങളും ജന്മജന്മാന്തരമായി വന്ന പാപശാപ കർമ്മദോഷങ്ങളും ആകെയും പാടെ മാറ്റി രക്ഷിക്കുവാനുള്ള വഴിയാണ് പരമാർത്ഥം അറിയുന്നതിലൂടെ ലഭിക്കുന്നത്. ആ പാടയെ മാറ്റി രക്ഷിക്കുവാനുള്ള വഴി എന്താണ്? അത് ആത്മജ്ഞാനമാണ്. ആത്മജ്ഞാനമാണ് ഗുരുനാഥൻ എപ്പോഴും ഓതി ഭവിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓരോ സന്ദർഭങ്ങളിലായി നിങ്ങളിലേക്ക് പകർന്നു തരുന്ന അറിവുകളും ശബ്ദങ്ങളും എല്ലാം ഒരുപക്ഷെ ചിന്തിക്കുമ്പോൾ ലളിതമായ ഭാഷയായിരിക്കാം, സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന പദങ്ങളായിരിക്കാം. പക്ഷേ അത് ഗുരുവിന്റെ നാവിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിന് ഗുണം കൂടുകയാണ്. ഇപ്പൊ നിങ്ങളുടെ എല്ലാം ഭവനങ്ങളിൽ വിവിധ തരത്തിലുള്ള സസ്യാദികളും അതിനെല്ലാം പുഷ്പങ്ങളും ഉണ്ട്. എന്നാൽ അതിൽ നിന്ന് തേൻ ശേഖരിച്ച് നമുക്ക് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാൻ പറ്റുമോ? കുറെ പൂക്കൾ എടുത്തു കൊണ്ടുവന്ന് തേനെല്ലാം കൂടെ നമ്മളൊരു കുപ്പിയിലാക്കി വെച്ചാൽ
നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന തേനിന്റെ ഗുണമോ രുചിയോ അതിന് ലഭിക്കുമോ? നമ്മൾ തേൻ പുഷ്പങ്ങൾ എടുത്തുകൊണ്ട് വന്നതിൽ തേനെ സ്വീകരിച്ചു വെച്ചാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന തേനിന്റെ ഗുണമോ രുചിയോ? ഇപ്പൊ നമ്മൾ ചെറുതേനെന്നും വലിയ തേനെന്നും കാട്ടുതേനെന്നും ഒക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്ന തേനുകളുണ്ടല്ലോ. ചെറുതേനെന്നും വലിയ തേനെന്നും കാട്ടുതേനെന്നും ഒക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്ന തേനുണ്ടല്ലോ. ആ തേനിന്റെ ഗുണം നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ച് ഉപയോഗിച്ചാൽ കിട്ടുമോ? ആ തേനിന്റെ ഗുണം നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ച് ഉപയോഗിച്ചാൽ കിട്ടുമോ? കിട്ടുകയില്ല എന്ന് മാത്രവുമല്ല, അത്രയും തേൻ ശേഖരിക്കാൻ തന്നെ നമുക്ക് പ്രയാസമാണ്. അത്രയും തേൻ ശേഖരിക്കാൻ തന്നെ ശേഖരിച്ചാൽ അത് കേടുകൂടാതിരിക്കാനും പ്രയാസമാണ്. ശേഖരിച്ചാൽ അത് കേടുകൂടാതെ ഇരിക്കുവാനും പ്രയാസം, സൂക്ഷിക്കാൻ വളരെ പ്രയാസമാണ്. സൂക്ഷിക്കുവാൻ വളരെ പ്രയാസം. എന്നാൽ അതിൽ നിന്ന് അതേ പുഷ്പത്തിൽ നിന്ന് തേനീച്ച പോയി തേനെ ശേഖരിച്ച് അതിന്റെ ഉമിനീരും കൂടി കലർത്തി ഇതിനെ ഒരിടത്ത് കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ച് സംഭരണമായി കഴിയുമ്പോൾ നമ്മൾ അതിനെ അതിൽ നിന്ന് മോഷ്ടിച്ചാണ് സത്യത്തിൽ എടുക്കുന്നത്. അതിന്റെ ഉപയോഗത്തിന് കൊണ്ടുവച്ചതാണ്. നമ്മൾ അതിൽ നിന്ന് അതിനെ ചൂഷണം ചെയ്യുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ തേനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഈച്ചയുടെ വായിൽ നിന്നത് വെളിയിൽ വന്നപ്പോൾ അതിന്റെ പേരെന്താണ്? ആ തേനെന്നാണ്. ഈ തേൻ തന്നെയാണ് പുഷ്പത്തിലും ഇരുന്നത്. പക്ഷേ ഇത് രണ്ടിനും ഒരു വ്യത്യാസം വന്നു. ഇത് തേനീച്ചയുടെ തേൻ അല്ലെങ്കിൽ വലിയ ഈച്ചയുടെ തേൻ അല്ലെങ്കിൽ കടന്തലിന്റെ തേൻ എന്നൊക്കെ പറയും. അത് ഈച്ചയുടെ വായിൽ നിന്നുള്ള സ്രവം കൂടി ചേർത്ത് സൂക്ഷിക്കുമ്പോഴാണ് ആ ഗുണം ഉണ്ടാകുന്നത്. ഇതുപോലെ ലോകത്തിൽ ഉപയോഗിക്കുന്ന അനേകം പദങ്ങൾ, പക്ഷേ അത് ഗുരുവിന്റെ വായിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അതിന്റെ ഗുണം വർദ്ധിക്കുകയാണ്, അതിന്റെ അനുഭവം വർദ്ധിക്കുകയാണ്. പിന്നെ അതിന്റെ പേര് പദങ്ങളെന്നല്ല, അതിന്റെ പേര് കൽപ്പനകളെന്നാണ്. കൽപ്പാന്തകാലം വരേക്കും ഗുരു കൽപ്പനയ്ക്കു മാറ്റമില്ല. കൽപ്പാന്തകാലം വരയ്ക്കും ഗുരു കൽപ്പനയ്ക്കു മാറ്റമില്ല. രൂപം കാതലായോ തന്റെ കായാകുമേനിയം രൂപം കൽപ്പാന്തകാലം വരയ്ക്കും ഗുരു കൽപ്പനയ്ക്കു മാറ്റമില്ല. അപ്പോ ഗുരുമുഖത്ത് നിന്ന് ഒരു പദം വെളിയിലേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഗുണം കൂടുകയാണ്, അതിന് ശക്തി വർദ്ധിക്കുകയാണ്. അതിൽ ജ്ഞാനവും ആനന്ദവും ശക്തിയുമുണ്ട്. അതുകൊണ്ട് ഗുരുവിൽ നിന്ന് ലഭിക്കുന്ന പദങ്ങളെ അഥവാ അനുഗ്രഹ ശബ്ദങ്ങളെ എപ്പോഴും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുവാനുള്ള ഒരു പരിശീലനമാണ് ശിഷ്യ പരമ്പരകളിൽ ഉണ്ടാകേണ്ടത്. ആ പരിചയമുണ്ടെങ്കിലേ അല്ലെങ്കിൽ ആ പരിശീലനം ഉണ്ടെങ്കിലേ ആ ഗുരുവിന്റെ രൂപത്തെ അകതാരിൽ കണ്ട് ആനന്ദിക്കുവാനും ആനന്ദിക്കുവാനും കഴിയുള്ളൂ. അല്ലാതെ സാധാരണക്കാർ വർത്തമാനം പറയുന്നത് പോലെ വർത്തമാനം പറയാണ് എന്ന് കരുതി ആ കൂടെ ഇടപെട്ടാൽ അങ്ങനെയല്ലേ തോന്നുകയുള്ളൂ. സാധാരണക്കാർക്ക് അങ്ങനെ
അങ്ങനെ തോന്നുകയുള്ളൂ. എന്നാൽ ശിഷ്യപരമ്പരകൾ അങ്ങനെയല്ല അതിനെ സ്വീകരിക്കേണ്ടത്. എന്തെല്ലാം അവിടെ നിന്ന് വെളിയിലേക്ക് വരുന്നു അതെല്ലാം അമൃതുപോലെ സ്വീകരിച്ച് സൂക്ഷിക്കാൻ പഠിക്കണം. അങ്ങനെ ആ ഗുരുവിന്റെ തിരുമുഖത്ത് നിന്ന് വന്ന ഓരോ കൽപ്പനകളെയും അതുപോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് ആ കർമ്മധീരതയിൽ കൂടി വളർന്നു വന്ന് ഉന്നതമായ പരമഭാഗ്യത്തിന് അവകാശിയായി തീർന്ന ആത്മാവിലേക്കാണ് ഭഗവാൻ 17 വർഷക്കാലം ആണിരുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഒരു സാധാരണ മനുഷ്യനായി ജനിച്ചു, സാധാരണക്കാരനെ പോലെ വളർന്നു. എന്നാൽ 20ാമത്തെ വയസ്സ് മുതൽ ഗുരുകർമ്മമാണ് ഏറ്റവും പ്രധാനമായി കണ്ടത്. കൂടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് പലർക്കും അറിയാം. ഇപ്പോ നേർച്ച സ്വീകരണം കഴിഞ്ഞ് കീർത്തിച്ച കീർത്തനം കൗണടിയിൽ നിന്ന് ഒരു രോഗിയെ കണ്ട് തിരിച്ചു വരുന്ന വഴി ആനന്ദജി ഗുരുദേവനും സദാനന്ദം ഭക്തനും കൂടി സദാനന്ദം ഭക്തന്റെ ഭവനത്തിലേക്ക് കയറി ആ ചെറിയ ഭവനവും അതിന്റെ ശോച്യാവസ്ഥയും കണ്ട് സങ്കടത്തോടുകൂടി ഭഗവാൻ പാടിയ കീർത്തനമാണ് മുമ്പേ നമ്മൾ കീർത്തിച്ചത്. ആ ശരീരപ്രകാരം അല്പം നീളം കുറവുള്ള ആളാണ് ആനന്ദജി ഗുരുദേവൻ. എന്നാൽ ഈ സന്നിധാനത്തിലേക്ക് എഴുന്നള്ളി വന്നു കഴിയുമ്പോൾ ഏറ്റവും വലിയ നീളം ആ ശരീരത്തിനായിരുന്നു. അതുതന്നെയാണ് അവിടെയും അനുഭവപ്പെട്ടത്. ആ ചെറിയ കുടിലേക്ക് കുനിഞ്ഞു കയറിയപ്പോ ശിരസ് ആ ഉത്തരത്തിൽ ഇടിച്ചു. ഇപ്പൊ നൊന്തു. അപ്പോ സദാനന്ദ ഭക്തൻ ഓടിച്ചെന്ന് എന്റെ അമ്പുരാനെ നൊന്തോ കരഞ്ഞുകൊണ്ട് തടവി. എന്റെ അമ്പുരാനെ ശിരസ് തട്ടിയോ നൊന്തോ എന്ന് പറഞ്ഞ ആ വെപ്രാളവും ബഹളവും ആ വേദനയോടുകൂടി ഞാൻ തടവി കൊടുത്തു. ഇല്ല കുഞ്ഞ ഒന്നുമില്ല വിഷമിക്കണ്ട നമുക്ക് പ്രാർത്ഥിക്കാവുന്നു. അങ്ങോട്ട് കയറി നിന്ന് പാടി അനുഗ്രഹത്തിൽ നിറകൂടാവേ തിരുകൃപയാ എന്നിൽ ചൊരിയണമേ. ചെന്ന് നിന്ന് ആ ഭവനത്തിന്റെ പട്ടിണി പരിവട്ടങ്ങളൊക്കെ മാറ്റുവാനുള്ള പ്രാർത്ഥനയും അതോടൊപ്പം ആത്മാവിനെ സ്വീകരിക്കുകയുമായിരുന്നു. അതാണ് വലിയ അത്ഭുതം എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മഹാസത്യമൊക്കെ ആത്മലോകം തിരിച്ചറിഞ്ഞത്. അന്നു മുതൽ ഗുരുശബ്ദത്തെ മുൻനിർത്തിക്കൊണ്ട് സർവകർമ്മങ്ങളും ആ ദൈവകർമ്മമായി കണ്ടുകൊണ്ട് സ്വന്തം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ധീരെ ഈ ആദർശത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇന്ന് അനേകായിരങ്ങൾ രക്ഷപ്രാപിക്കുവാനും അനേകങ്ങളുടെ ഹൃദയത്തിൽ ദൈവമായി കണ്ട് ആരാധിക്കുവാൻ ഇടയായി തീർന്നത്. എത്രയോ ഹൃദയങ്ങളിൽ ധ്യാനരൂപം തന്നെ അതായി കണ്ട് ധ്യാനിക്കുന്നവരുണ്ട്. എത്രയോ ആളുകൾ അത് ചിന്തിക്കുമ്പോൾ തന്നെ കണ്ണീർ വാർക്കുന്നവരുണ്ട്. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഈശ്വരൻ സ്വീകരിച്ച് പ്രത്യക്ഷമായി നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ്. അങ്ങനെ മാറ്റമില്ലാത്ത പരംപുരുഷന്റെ വാഴ്ച ഈ ലോകരംഗത്തേക്ക് കാഴ്ചവെക്കുവാൻ മഹാശക്തി തന്നെയാണ് അതിൽ സ്വീകരിച്ച് പ്രത്യക്ഷമായി വാണിരുന്നത്. ഇന്ന് നമ്മൾ ഈ ജന്മനക്ഷത്രം ആഘോഷിക്കുമ്പോൾ നമ്മൾ കടന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഈ സന്നിധാനത്തിനുള്ളിൽ കുറെ പേരുണ്ട്.
തിരുസന്നിധാനത്തിനുള്ളിൽ കുറെ പേരുണ്ട്. അത് കഴിഞ്ഞ് ആനന്ദ വൃന്ദാഭവന്റെ വരാന്തയിൽ കുറെ പേരുണ്ട്. വൃന്ദാവന്റെ വരാന്തയിൽ കുറെ പേരുണ്ട്. ആനന്ദ ഓഡിറ്റോറിയത്തിനകത്തും പുറത്തുമായ ആളുകളുണ്ട്. ആനന്ദ ഓഡിറ്റോറിയത്തിനകത്തും പുറത്തുമായ ആളുകളുണ്ട്. മുറ്റത്തെല്ലാം ഉണ്ട്. മുറ്റത്തെല്ലാം ഉണ്ട്. ഇവിടെ എവിടെയെല്ലാം നോക്കിയാലും എവിടെയെല്ലാം നോക്കിയാലും അത് കഴിഞ്ഞ് സദ്യാലയത്തിലായാലും ഷഷ്ടിപൂർത്തി മന്ദിരത്തിലായാലും ജന്മശതാബ്ദി സ്മാരക സൗധത്തിലായാലും സദ്യാലയത്തിലായാലും ഷഷ്ടിപൂർത്തി മന്ദിരത്തിലായാലും ജന്മശതാബ്ദി സ്മാരകത്തിലായാലും എന്ന് വേണ്ട, ഇവിടെ ഇപ്പോൾ തലയെടുപ്പോടി കൂടി നിൽക്കുന്ന ഏത് കെട്ടിടത്തിലായാലും ഇവിടെ ഇപ്പോൾ തലയെടുപ്പോടി നിൽക്കുന്ന ഏത് കെട്ടിടത്തിലായാലും അതിലും പ്രത്യേകിച്ച് നമ്മുടെ കൊടിമരത്തെ കുറിച്ച് ചിന്തിച്ചാലും അതിലും പ്രത്യേകിച്ച് നമ്മുടെ കൊടിമരത്തെ കുറിച്ച് ചിന്തിച്ചാലും ആ വിയർപ്പ് വീഴാത്ത ഒരു കെട്ടിടവുമില്ല, ഒരു കർമ്മവും ഇവിടെ നടന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സർവകർമ്മങ്ങളിലും ധീരനായി നിന്ന് പ്രവർത്തിച്ചിരുന്ന ഉന്നതമായ ഒരു ആത്മാവായിരുന്നു സദാനന്ദ ഭക്തൻ. അപ്പോൾ അതിൽ നിന്ന് രൂപാന്തരം വരികയാണ്. കർമ്മത്തിന്റെ ഫലമാണ് ആത്മാവിന് രൂപാന്തരമായി കിട്ടുന്നത്. കർമ്മം ചെയ്തിടാതെ കർമ്മഫലത്തെ അറിയും ഗുരുവരാ. ഉന്നതമാകുന്ന കർമ്മം, അതിനാണ് ഉന്നതമായ ഫലം. അപ്പൊ ഉന്നതമായ കർമ്മം എവിടെ പോയി ചെയ്യുമെന്ന് ഇനി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഉന്നതനായ ദൈവം ഉന്നതമായ ലോകത്തേക്ക് ഉന്നതരായ ആത്മാക്കളെ സ്വീകരിച്ചു ചേർക്കുവാൻ വേണ്ടി വന്ന് ഉന്നത കർമ്മങ്ങൾ നടത്തുമ്പോൾ ഒത്തുചേർന്ന് നിന്ന് അങ്ങ് കർമ്മിച്ചാൽ മതി, അത് ഉന്നത കർമ്മമാണ്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ വേഷം കെട്ടലുകളും എടുത്തുകൊണ്ട് ഇങ്ങനെ പണ്ട് പഴമൊഴി പറയുന്ന പോലെ മീൻ്റെ കൂടെ ചെല്ലുമ്പോൾ വാലും പാമ്പിന്റെ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ തലയും കാണിക്കുന്ന പോലെ നടന്നാലൊന്നും ആത്മീയമാവുകയില്ല. മീന്റെ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ വാലും പാമ്പിന്റെ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ തലയും കാണിക്കുന്ന രീതിയിൽ നടന്നാൽ ആത്മീയമാകും. വരാലെന്ന് പറയുന്ന ഒരു മത്സ്യം ജലാശയത്തിൽ കഴിയുന്ന ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. മീന്റെ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ വാല് കാണിക്കും. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് മത്സ്യമാണ്. അപ്പോൾ പാമ്പിന്റെ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ തല കാണിക്കും. അപ്പൊ അതിന്റെ തല കണ്ട പാമ്പിന്റെ കൂട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ പാമ്പിന്റെ കൂട്ടത്തിൽ തല കാണിക്കും. ഇതുപോലെ വേഷം കെട്ടി നടക്കുന്ന ചില ആളുകളുണ്ട്. അത് ആത്മീയക്കാർക്ക് പറ്റിയതല്ല. നമുക്ക് സത്യസന്ധമായ ഒരു ജീവിതം, ആത്മാവിന്റെ ഗുണത്തെ ആത്മാവിൽ കണ്ടെത്തുവാൻ, ആത്മാവിന്റെ ജീവിക്കുന്നതാകുന്നു ആധ്യാത്മിക ജീവിതവും. ഓ ആത്മാവിന്റെ ഗുണത്തെ ആത്മാവിൽ കണ്ടെത്തുവാൻ, ആത്മാവിന്റെ ജീവിക്കുന്നതാകുന്നു ആധ്യാത്മിക ജീവിതവും. ആത്മാവിന്റെ ഗുണത്തെ ആത്മാവിൽ അറിയണമെങ്കിൽ സത്യധർമ്മം പുലർത്തിക്കൊണ്ട് തന്നെ ജീവിക്കണം. സത്യധർമ്മം പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ ജ്ഞാനക്കണ്ണ് തെളിയുകയുള്ളൂ. ജ്ഞാനക്കണ്ണ് തെളിഞ്ഞെങ്കിലേ ജ്ഞാനസ്വരൂപനെ കാണുകയുള്ളൂ. ജ്ഞാനസ്വരൂപനെ കണ്ടെങ്കിലേ ആത്മാവിൽ ആനന്ദം ഉണ്ടാവുകയുള്ളൂ. ആനന്ദം അനുഭവിച്ചുകൊണ്ട് വീണ്ടും ലോകത്തിൽ കർമ്മങ്ങൾ ചെയ്തെങ്കിലേ നിത്യാനന്ദത്തിൽ ചേരുകയുള്ളൂ. പല ആത്മാക്കൾക്കും ഇതുവരെയും പിടുത്തം കിട്ടാത്ത മേഖലയാണിതെല്ലാം. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാലൊന്നും ആത്മീയം പൂർണ്ണമാവുകയില്ല. അടിയുറച്ചറിവിൽ തന്നെ അനുസരിക്കുമ്പോൾ
അടിയുറച്ച അറിവിൽ തന്നെ അനുസരിക്കും. ആ അനുഭവം മാറ്റമില്ലാതകതാരിൽ കാണാം. അടിയുറച്ച അറിവിൽ തന്നെ അനുസരിക്കുമ്പോൾ അനുഭവം മാറ്റമില്ലാതകതാരിൽ കാണാം. അടിയുറച്ചറിവിൽ തന്നെ അനുസരിക്കുമ്പോൾ അനുഭവം മാറ്റമില്ല തകതാരിൽ കാണാം. ഉറപ്പുള്ള അറിവേകാൻ ഉടമസ്ഥൻ വന്നു. ഉറപ്പുള്ള അറിവേകാൻ ഉടമസ്ഥൻ വന്നു. ഉത്ഭവ രഹസ്യങ്ങൾ ഓതിത്തരുന്നു. ഉറപ്പുള്ള അറിവേകാൻ ഉടമസ്ഥൻ വന്നു. ഉത്ഭവ രഹസ്യങ്ങൾ ഓതിത്തരുന്നു. ഉത്ഭവ കാരണമറിയുന്ന മനുഷ്യർ
വരുന്ന ശബ്ദങ്ങളെ എപ്പോഴും ഗുരുവിൽ നിന്ന് ലഭിക്കുന്ന തിരുശബ്ദങ്ങളെ സൂക്ഷിച്ച് വെച്ച് സൂക്ഷിച്ചു വെച്ച് അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അനുഭവമാകാനുള്ള ഫലത്തിന്റെ വിത്താണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അനുഭവമാകാനുള്ള ഫലത്തിന്റെ വിത്താണ്. ആ വിത്താണ് തരുന്നത്. ആ വിത്താണ് ജ്ഞാനവിത്ത് അഥവാ ബ്രഹ്മവിത്ത് എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാം. ജ്ഞാനവിത്ത് അഥവാ ബ്രഹ്മവിത്ത് എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കും. ഫലഭൂഷ്ടമായ ഒരു സന്ദർഭം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഒരുക്കി കൊടുത്താൽ, ഫലഭൂയിഷ്ഠമായ ഒരു സന്ദർഭം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒരുക്കി കൊടുത്താൽ, ആ വിത്ത് വളരെ വേഗം കിളിർത്ത് ഫലമായി നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. ആ വിത്ത് വളരെ വേഗം കിളിർത്ത് ഫലമായി നമുക്ക് തിരിച്ചെടുക്കാം. അല്ലാതെ അതിനെ വേണ്ട വിധത്തിൽ സൂക്ഷിക്കാതിരുന്നാൽ, അല്ലാതെ അതിനെ വേണ്ട വിധത്തിൽ സൂക്ഷിക്കാതെ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കാതിരുന്നാൽ കൊടുക്കാതിരുന്നാൽ വിത്ത് വിത്തായിട്ട് എവിടെയെങ്കിലും കിടന്നുണങ്ങുകയുള്ളൂ. വിത്ത് വിത്തായിട്ട് എവിടെയെങ്കിലും കിടന്നുണങ്ങുകയുള്ളൂ. നശിക്കുന്ന വിത്ത് അല്ലാത്തത് കൊണ്ട് എപ്പോഴെങ്കിലും അത് കിളിർത്ത് വരും. നശിക്കുന്ന വിത്ത് അല്ലാത്തതുകൊണ്ട് എപ്പോഴെങ്കിലും അത് കിളിർത്ത് വരും. പക്ഷേ അതിന് അനുയോജ്യമായ ഒരു സന്ദർഭം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ഒരുക്കി കൊടുത്താൽ, അനുയോജ്യമായ ഒരു സന്ദർഭം നമ്മുടെ ഹൃദയത്തിൽ തന്നെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഒരുക്കി കൊടുത്താൽ, ഈ വിത്ത് മുളപൊട്ടി വൻ വൃക്ഷമായി അതിൽ നിന്ന് അനേകായിരം വിത്തുകൾ നിങ്ങൾക്ക് ലഭിക്കും. വലിയ വൃക്ഷമായ അനേകായിരം വിത്തുകൾ അതിൽ നിന്ന് തന്നെ അനേകായിരം ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അനേകായിരം ഫലങ്ങൾ. അതിനാണ് ഭഗവാൻ ഓരോ ശബ്ദങ്ങളും തരുന്നത്. ആ ശബ്ദങ്ങളെ പാലിച്ചും അടിയുറച്ച അറിവിൽ ജീവിച്ചും ഉന്നതരായി വളരുവാൻ ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ധീരമായ കർമ്മശ്രേഷ്ഠതയോടുകൂടി ഉത്തമന്മാരായി ഉത്തമകളായി ലോകത്തിൽ ജീവിക്കുവാനുള്ള മാതൃകാ ജീവിതം നയിച്ചുകൊണ്ടാണ് പരമപുരുഷനാകുന്ന സദാനുസിദ്ധ ഗുരുദേവൻ ലോകത്തിൽ വാണിരുന്നത്. ഈ ജന്മദിനത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ആ ധീരതയാർന്ന ജീവിതത്തിൽ നിന്ന് ഞാൻ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത്, എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, എന്റെ ഗുരുവിനെ ഞാൻ എങ്ങനെയൊക്കെ സേവിക്കണം, എന്റെ ഗുരുസന്നിധാനത്തിൽ എന്തെല്ലാം കർമ്മങ്ങളിൽ ഞാൻ ഏർപ്പെടണം, ആ കർമ്മങ്ങളെല്ലാം ചെയ്താൽ എനിക്ക് കിട്ടുന്ന ഫലം എന്താണ്, ഇതെല്ലാം ഒന്നുകൂടി ആലോചിച്ച് വേണ്ട വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ഉന്നതമായ ഫലം കൊയ്തെടുത്താനന്ദിക്കുവാൻ ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഏപ്രിൽ മാസം 10-ാം തീയതി പൂരാടൻ ജന്മനക്ഷത്രമാണ്. അതും ഉന്നതമായ നിലയിൽ നടത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കവി ഉയർത്തിക്കണ്ടാക്കൊള്ളാം. എങ്കിൽ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങുക. ഉന്നതമായ വിധത്തിൽ ആ കർമ്മങ്ങൾ നടത്തപ്പെടുവാനും വിശിഷ്ടരായ വ്യക്തികളൊക്കെ വന്നു ചേരുവാനും ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അത് കഴിഞ്ഞാൽ 144-ാമത് പൂരം ജന്മനക്ഷത്രം ആഗതമാവുകയാണ്. അതും ഉന്നതമായ നിലയിൽ ആദർശ കൊടി ഉയർത്തി 10 ദിവസത്തെ ഉത്സവ പരിപാടികളോടുകൂടി നടത്തപ്പെടേണ്ടതാണ്. ലോകം മുഴുവൻ അടച്ച് മഹാകോവിഡ് മാരി കാരണം ലോകം മുഴുവൻ അടച്ചു വെച്ചിരുന്നപ്പോഴും ശുഭാനന്ദ ഗുരുദേവന്റെ ജന്മദിനാഘോഷം നമ്മൾ മുടക്കിയില്ല. കാരണം ഇത് മുടക്കിയാൽ വന്നു ചേരാവുന്ന വിപത്ത് ഒരു കോവിഡോ ഒരു വെള്ളപ്പൊക്കമോ ഒന്നുമല്ല, വലിയ വിപത്തായിരിക്കും ലോകത്തിൽ സംഭവിക്കുക. ഈ വിധത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ വരുമ്പോൾ ഇല്ല എങ്ങനെയും ഇത് നടത്തണമെന്ന് തീരുമാനം ചെയ്യുന്ന ശിഷ്യരാണ് യഥാർത്ഥ ശിഷ്യന്മാർ. അങ്ങനെ വളരെ ചുരുക്കം ആളുകൾ മാത്രം പങ്കെടുത്തുകൊണ്ടാണെങ്കിൽ പോലും ആ പൂരം ജന്മനക്ഷത്രം ഉന്നതമായി ലോകം മുഴുവൻ ആഘോഷിക്കത്തക്ക വിധം നടത്തി. വളരെ കുറച്ച് ആളുകൾ പങ്കെടുത്തുകൊണ്ടായിരുന്നെങ്കിലും ഉന്നതമായി ലോകം മുഴുവൻ ജന്മനക്ഷത്രോത്സവം ആഘോഷിക്കപ്പെട്ടു. കാരണം സാധാരണ ആളുകൾ കൂടുന്ന സമയത്താണെങ്കിൽ എല്ലാവരും വീടടച്ച് ഈ സന്നിധാനത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. എന്നാൽ ആ സമയത്ത് സംഭവിച്ചത് അവരവരുടെ ഭവനങ്ങളിൽ പായസം ഉൾപ്പെടെയുള്ള സദ്യവട്ടം ഒരുക്കി അയലത്തുകാരെ കൂടി വിളിച്ച് വരാൻ ഒക്കുന്നവരെ വരുത്തി അല്ലാത്തവർക്ക് അവിടെ കൊണ്ടുകൊടുത്ത് ആഘോഷിക്കുകയാണ് ചെയ്തത്. ഭവനങ്ങൾ
ഭവനങ്ങളിൽ പ്രത്യേക ദക്ഷിണകളും നേർച്ചകളും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചു. നമ്മുടെ ഈ സന്നിധാനത്തിൽ പുനഃപ്രതിഷ്ഠാ കർമ്മത്തോടുകൂടി നവംബർ മാസം 1-ാം തീയതിയാണ് വീണ്ടും ഞാൻ ആളുകളെ ഇതിലേക്ക് പ്രവേശിപ്പിച്ചത്. ആ സമയത്ത് എന്റെ സന്താനങ്ങൾ ഭവനങ്ങൾ ഒരുക്കി വെച്ചിരുന്ന ദക്ഷിണയും നേർച്ചയും എല്ലാം കണ്ണുനീരോടുകൂടി കൊണ്ടുവന്ന് എന്റെ കയ്യിൽ അർപ്പിച്ചു. അപ്പോൾ ലോകം മുഴുവൻ അത് ആഘോഷിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ ആർത്തിയോടുകൂടി ഒരുക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന എന്റെ ഓഹനമിത്രങ്ങളെ, 144ാമത് പൂരം ജന്മനക്ഷത്രം ആനന്ദോത്സവമായി കൊണ്ടാടണമെന്ന് തീർച്ചപ്പെടുത്തിയിട്ടുള്ളവരെല്ലാം ഒന്ന് കൈയടിച്ച് കേട്ടാൽ കൊള്ളാം. ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം. ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ ആത്മാവിലാഘോഷിക്കാം. ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ ആത്മാവിലാഘോഷിക്കാം. എല്ലാവരും ഒത്തുചേർന്ന് ഒരുങ്ങുക. ശാഖകളിൽ നിന്ന് സന്താനങ്ങൾ വന്നു ചേർന്നാണ് നമ്മുടെ സന്നിധാനവും പരിസരവും എല്ലാം ഒരുക്കുന്നത്. ഈ പ്രാവശ്യവും അനേകം സന്താനങ്ങൾ അനേകം ശാഖകളിൽ നിന്ന് വന്നു നിന്നാണ് ഇതെല്ലാം ഒരുക്കിയത്. അല്ലാതെ ഇവിടെയുള്ള അന്തേവാസികളെ കൊണ്ട് മാത്രം എല്ലാ കർമ്മങ്ങളും കൂടി പൂർത്തീകരിക്കാൻ പറ്റുകയില്ല. വിശേഷ സന്യാസ പരമ്പരകൾ പലരും ക്ഷീണിതരും വാർദ്ധക്യത്തിലെത്തിയവരും ഒക്കെയാണ്. അപ്പോ ബാഹ്യമായ കർമ്മപരിപാടികളിലൊക്കെ അത്രയും പോയി ഇടപെടുവാനുള്ള കഴിവ് അവർക്ക് പോരാ. അതുകൊണ്ട് എന്റെ സന്താനങ്ങൾ വന്നു ചേർന്നെല്ലാം ഒരുക്കി. അപ്പോ ഈ വരുന്ന ജന്മനക്ഷത്രങ്ങൾക്കും നിങ്ങൾ തന്നെ വന്നു ചേർന്നെല്ലാം ഒരുക്കുക. ആരാണിതെല്ലാം ഒരുക്കേണ്ടത്? ജന്മിയാകും ഗുരുവിന്റെ ജന്മദിനം ആഘോഷിപ്പാൻ, ജന്മവേടുത്താത്മലോകം ഒരുങ്ങിക്കൊള്ളുക. ജന്മം തന്ന ജന്മിയാണ് ഗുരുവെന്ന് ബോധ്യമുള്ളവരൊന്ന് കൈയടിച്ച് കേട്ടാക്കളും. ഇതിൽ ഒരു കാരണവശാലും മറന്നുപോകാതെ എന്റെ ജന്മപാപവും കർമ്മദോഷവും ജീവനാശവും തീർത്ത് ഈ ലോകത്തിലില്ലാത്ത ആനന്ദത്തിൽ എന്നെ വളർത്തുന്ന എന്റെ ഗുരുവേ, അങ്ങയുടെ ജന്മദിനം എന്റെ ജന്മദിനമാണ്, എന്റെ ഗുരുവിന്റെ ജന്മദിനം എന്റെ ജന്മദിനമാണ് എന്ന ചിന്തയോടുകൂടി ജന്മപാപം കർമ്മദോഷം ജീവനാശം തീർത്തു തന്ന ഉടമസ്ഥനാകുമെന്റെ ശുഭാനന്ദമേ, ജന്മപാപം കർമ്മദോഷം ജീവനാശം തീർത്തു തന്ന ഉടമസ്ഥനാകുമെന്റെ ശുഭാനന്ദമേ. ജന്മിയാകുന്ന ഗുരുവിന്റെ ജന്മദിനം ആഘോഷിക്കാൻ എല്ലാവരും തയ്യാറെടുക്കുക. അതിനെന്തെല്ലാം കാഴ്ചവെക്കണം, എന്തെല്ലാം ദക്ഷിണ വയ്ക്കണം എന്ന് വേണ്ട ഓരോരുത്തരും ആലോചിച്ചു കഴിഞ്ഞു, അതിന് ഒരുങ്ങിക്കഴിഞ്ഞു, ഒരുങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. ഇനിയും അതിന് പ്രാപ്തിയില്ലാതെ ദുഃഖിക്കുന്നവരും ഒക്കെ ഉണ്ട്. എല്ലാം പ്രകൃതി കൂടി ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. ഈ 96ാമത് മകയിരം ജന്മനക്ഷത്രത്തിന്റെ ഈ മഹാരാധനയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ പ്രകൃതിയോട് അറിയിക്കുകയാണ്, എന്റെ സന്താനങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതി കൂടി ഒരുക്കുക. എന്റെ സന്താനങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതി കൂടി ഒരുക്കുക. ദേവീദേവന്മാരെ, ദൂതപരമ്പരകളെ, പൂർവസൂരികളെ, സർവരും എന്റെ സന്താനങ്ങൾക്ക് തുണയായി നിൽക്കുക. സർവശക്തി നിങ്ങൾക്കായി ലോകത്തിൽ വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി നിന്ന് സർവകർമ്മങ്ങളും നടത്തുമാറാകട്ടെ. ഉന്നതനും ഉടമസ്ഥനും അധികാരിയുമാകുന്ന ദൈവത്തെ എന്നും കാണുവാൻ തക്ക വിധത്തിൽ മഹാശക്തി പ്രത്യക്ഷമായി ലോകത്തിൽ നെടുനാൾ വാഴുമാറാകട്ടെ.
ലോകത്തിൽ ഏറ്റവും ചെറുതായിട്ട് തോന്നിപ്പോകും. നിന്റെ ഗുരുവിനെ കാണുമ്പോൾ ലോകത്തിൽ ഏറ്റവും ചെറുതായിട്ട് തോന്നി. പല കുറ്റങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉള്ളിൽ ചിന്തയായി വരും. പല കുറ്റങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉള്ളിൽ ചിന്തയായി വരും. അങ്ങനെയൊന്നും സംഭവിക്കാതെ നിയമമാകുന്ന വേലിക്കെട്ടിനുള്ളിൽ നിന്നുകൊണ്ട് ഉന്നതനാകുന്ന സൂക്ഷ്മസ്വരൂപനാകുന്ന ഗുരുവിനെ ആരാധിച്ചും പൂജിച്ചും ജീവിതം ചെയ്യുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ ജീവിതമാണ് നിങ്ങൾക്ക് എന്നെ കാണുവാനുള്ള കാഴ്ച നൽകുന്നത്. ആ ഉള്ളും പുറവുമായി വാഴുന്ന പരമാത്മരൂപത്തെ പകലുപോലെ പരന്മാരിൽ പ്രകാശിച്ച് കാണുവാൻ തക്ക വിധം മഹാശക്തി നിങ്ങളെ ദർശിക്കട്ടെ. അങ്ങനെ ഉള്ളും പുറവും ഒരുപോലെ വാഴും ഉള്ളവനെ ഞാൻ കാണുന്നു എന്ന് പാടിയാ പോരാ. ആ കാഴ്ച ഉണ്ടാകണം, ആ കേൾവി ഉണ്ടാകണം, ആ അനുഭവം ഉണ്ടാകണം. അങ്ങനെ കണ്ണുകൊണ്ട് കാണുവാനും കാതുകൊണ്ട് കേൾക്കുവാനും ഹൃദയം കൊണ്ട് അറിയുവാനും ആനന്ദത്താൽ മതിമറന്ന് തുള്ളുവാനും മഹാശക്തി അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ കർമ്മങ്ങളെല്ലാം അത്യുന്നതമായി തന്നെ നടത്തപ്പെടട്ടെ. പാമ്പാടി ശാഖാശ്രമത്തിന്റെയും കവിയൂർ ശാഖാശ്രമത്തിന്റെയും പുനർനിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉന്നതമായ വിധത്തിൽ അത് പൂർത്തീകരിച്ച് കാണുവാൻ നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. അതിന് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കുന്ന സന്യാസ പരമ്പരകളും ഭക്തപരമ്പരകളും എല്ലാവരുമുണ്ട്. അതിനെ സഹായിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഈശ്വരൻ ദർശിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആ ശാഖാശ്രമ വാർഷികങ്ങളെല്ലാം ഉന്നതമായി നടത്തപ്പെടട്ടെ. കന്യാകുമാരി ആമ്പാടി എന്ന സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ ശാഖാശ്രമത്തിലേക്ക് ഇപ്പോൾ നിലവിൽ അവിടെ നീലക്കാർ വർണ്ണന്റെ രൂപത്തിലാണ് ശുഭാനന്ദ രൂപത്തെ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന് അല്പം കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പുനഃപ്രതിഷ്ഠ ചെയ്യണമെന്ന് തീരുമാനം വന്നു. അപ്പൊ അതേ നിറത്തിൽ തന്നെ വരച്ചു കിട്ടിയാൽ കൊള്ളാമെന്നൊരു അപേക്ഷ വെച്ചു. ഓ ശരി, അങ്ങനെ തന്നെയാകട്ടെ തീരുമാനിച്ചു. നമ്മുടെ സന്തോഷ് അതിനേക്കാൾ കുറച്ചുകൂടി തേജസ്സോടുകൂടി ഒരു ചിത്രം വരച്ച് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ സന്താനങ്ങൾ അവരുടെ സ്വർണമൊക്കെ കൊണ്ടുവന്ന് നല്ല മനോഹരമായ കിരീടവും ആഭരണങ്ങളും ഒക്കെ ചാർത്തി അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവർക്ക് നിത്യോപയോഗത്തിനുള്ള ആഭരണങ്ങളൊക്കെയാണ് ഇതിനു വേണ്ടി കൊണ്ടുവന്ന് സമർപ്പിച്ചത്. അങ്ങനെ സമർപ്പിച്ചവരെയും ഇതിനു വേണ്ടി പാടുപെടുന്നവരെയും അവിടെ നിന്ന് പ്രവർത്തിക്കുന്നവരെയും എല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഒരു ജീവിതം കൂടി തയ്യാറാകുന്നുണ്ട്. തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഇന്നേ ദിവസം ഇതെല്ലാം ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് അയക്കുകയാണ്. ഗംഭീരമായ നിലയിൽ ആ പുനഃപ്രതിഷ്ഠാകർമ്മവും ആ വാർഷികാഘോഷവും മഹാശക്തിയും ദൂതന്മാരും എഴുന്നള്ളി നടത്തുവാൻ അനുഗ്രഹിക്കട്ടെ. അതിന് ഞാനിത് തീരുമാനം ചെയ്തവരെല്ലാം അവിടെ നയിക്കുകയാണ്. അതുപോലെ പാലക്കാട് ശാഖാശ്രമത്തിന്റെ വാർഷികം വരുന്നു. അതുപോലെ വയനാട് ശാഖാശ്രമത്തിൻ്റെത്, ശാസ്താംകോട്ട, കാസർഗോഡ് എന്ന് വേണ്ട തുടരെ ഓരോ വാർഷികാഘോഷങ്ങൾ വരികയാണ്. അതുപോലെ അടൂർ ശാഖാശ്രമത്തിന്റെ വാർഷികം. അങ്ങനെ എവിടെല്ലാം വാർഷികം നടക്കാനുണ്ടോ അവിടെ എല്ലാം എന്റെ സന്താനങ്ങൾ ചെന്ന് ഉന്നതമായ നിലയിൽ എല്ലാം നടത്തുക. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ ഈ വാഴ്ച ശുഭാനന്ദ അവതാര വാഴ്ച ആത്മലോകം അറിയുവാൻ തക്ക വിധത്തിൽ ആത്മനാഥൻ നേരിട്ട് നിശ്ചയിച്ച് കഴിഞ്ഞ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് കൽപ്പിച്ചു. ഒരു മൂലധനം ഈ കൈകളിലേക്ക് തന്നിട്ട് കൽപ്പിച്ചു, നല്ല ഗോപുരം നിർമ്മിക്കണം. എത്ര ധനം വേണമെങ്കിലും ഞാൻ തന്നുകൊള്ളാം, ഒരു നല്ല ഗോപുരം ഉണ്ടാക്കണം. അതായിരുന്നു ആ കൽപ്പന. രണ്ടക്ഷരത്തിൽ നല്ല എന്ന രണ്ടക്ഷരത്തിനുള്ളിൽ ഇത്രയും വലുത് ഒളിഞ്ഞിരുന്നു എന്ന് ആരും അറിഞ്ഞിരുന്നില്ല.
ആര് പറഞ്ഞു? അതാണ് ഞാൻ ആരാധനയിൽ ഇപ്പോൾ നിങ്ങളോട് അറിയിച്ചതും. ഗുരുവിന്റെ ശബ്ദം വിത്താണ്. ആ ഗുരുവിന്റെ നിശബ്ദം വിത്താണ്. ആ ഫലഭൂഷ്ടമായ ഒരു സന്ദർഭം ഒരുങ്ങി വന്നാൽ അത് വളർന്ന് വന്തലിക്കും. ഫലഭൂയിഷ്ഠമായ ഒരു സന്ദർഭം ഒരുങ്ങി വന്നാൽ അത് വളർന്നു അപ്പൊ നല്ല ഗോപുരം എന്ന 2 അക്ഷരത്തിനുള്ളിൽ, നല്ല ഗോപുരം എന്ന 2 അക്ഷരത്തിനുള്ളിൽ, ഈ നാ ഇല്ല എന്ന 2 അക്ഷരത്തിനുള്ളിൽ ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്ന് ആരും അറിഞ്ഞില്ല. നാ ഇല്ല എന്നുള്ള 2 അക്ഷരത്തിൽ ഇത്രയും വലിയൊരു പദ്ധതി ഒളിപ്പിച്ചു. അതാണ് ദൈവത്തിന്റെ മഹത്വം. ആ അവിടെ വലിയ സാഹിത്യമല്ല, അവിടെ വലിയ പാണ്ഡിത്യമല്ല. ആ തിരുനാവിലൂടെ എന്ത് ഉതിർന്നു വീണാലും അവിടെ ശക്തി ഉണ്ടാവുകയാണ്. അതിന്റെ സമയമായപ്പോൾ അതങ്ങ് പ്രാവർത്തികമാവുകയാണ്. ഏറ്റവും വേഗം അത് പൂർത്തീകരിച്ചു കാണുവാൻ നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. ആ നമ്മുടെ ആദർശത്തോട് അനുഭാവമുള്ളതും എന്നാൽ സംഘാംഗങ്ങൾ അല്ലാത്തതുമായ പല അഭ്യുദയകാംക്ഷികളും ആ ഇതിന്റെ ഉദ്ഘാടനത്തെ പറ്റി എന്നോട് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഓരോ സവിശേഷതകളും അവർ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കഴിഞ്ഞ ദിവസം കാർത്തിക മഹോത്സവത്തിന് ഇതിന്റെ സ്ഥപതികൾ വന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇതിന്റെ മുകളിൽ നമുക്ക് താഴികക്കുടം വെക്കണം, അവരതിന് കലശം വെക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ അതിനുള്ള ആളിനെ കൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഓ ശരിയാവട്ടെ, നമുക്ക് കാണാമല്ലോ, അഭിപ്രായങ്ങളൊക്കെ പറയാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോ സ്ഥപതിയായ വേലുസാർ പറഞ്ഞു ഇത് ഇത്രയും നീളമുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കൊരു 7ഓ 9ഓ കലശം വെക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആത്മദീപമാണ് ഇത് വരച്ചത്. ദൈവ ഇച്ഛ ഹൃദയത്തിലേക്ക് കണ്ടു വരച്ച വരെയാണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാം. അപ്പൊ അതിൽ 5 വരച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു പുനരാലോചന ചെയ്യാതെ പെട്ടെന്നൊരു അഭിപ്രായം പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. കാർത്തിക നക്ഷത്രത്തിൽ പ്രഭാതത്തിൽ ഗോപുരത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത്. അപ്പൊ ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ആത്മദീപം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു ഭഗവാനെ എന്താണ് വേണ്ടത്, ഭഗവാൻ തീരുമാനം പറയണേ, ആരാധന കഴിയുമ്പോഴേക്കെങ്കിലും അടിയന് ഒരു അറിവ് തരണേ എന്നൊക്കെ പറഞ്ഞു. കാരണം മാറ്റം വരുമ്പോൾ ഒരു ഭയമാണ്. മുൻപും പല കാര്യങ്ങളും ഇങ്ങനെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ വലിയ അബദ്ധങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് ആ കണ്ണുനീരും വെപ്രാളവും ഒക്കെ വന്നത്. ഞാൻ പറഞ്ഞു സമാധാനമായിരിക്കും, ഭഗവാനല്ലേ എല്ലാം നടത്തുന്നത്. അപ്പോ ഇന്നലെ കാർത്തികയുടെ അന്ന് വൈകിട്ട് തന്നെ അദ്ദേഹത്തിന് തിരികെ പോകണമായിരുന്നു. അപ്പൊ അവരെല്ലാം കൂടെ വൈകിട്ട് തന്നെ കാണാൻ വന്നു. അപ്പൊ കണക്കും കാര്യങ്ങളും ഒക്കെ കൂട്ടി, അപ്പൊ അതിന്റെ ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ പറഞ്ഞു. എല്ലാം പറഞ്ഞു വന്നപ്പോ 5 അതിനകത്ത് പറ്റുകയുള്ളൂ. അദ്ദേഹം തന്നെ പറയുകയാണ് 5 അതിനകത്ത് യോജിക്കുന്നത്, അത് മതി എന്ന് തീരുമാനിച്ചു. ആരാ ഇത് നടത്തുന്നത്? ആരാണ് ആത്മദീപത്തിൽ കൂടി പ്രകാശിക്കുന്നത്? ആരാണ് മഹാഗോപുരത്തെ നിർമ്മിക്കണമെന്ന് കൽപ്പിച്ചത്? എന്താ അതിശയമേ ദൈവത്തിൻ വാഴ്ച, ചിന്തിച്ചാൽ അന്തമില്ല. അതിശയമേ ദൈവത്തിൻ വാഴ്ച, ചിന്തിച്ചാൽ അന്തമില്ല. ഞാൻ ശരീരപ്രകാരം അവരോട് അഭിപ്രായം പിന്നെ പറയേണ്ടി വന്നില്ല. ആദ്യം അത് പറ്റുകയില്ല എന്ന് ഞാൻ പറഞ്ഞതുമില്ല. ഞാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അഭിപ്രായം മാറ്റിയതാണെന്ന് തീരുമാനിക്കാൻ പറ്റുകയില്ല. ഞാൻ ആലോചിക്കാമെന്ന് മാത്രമേ പറഞ്ഞു. ഒരു എതിരഭിപ്രായവും ഞാൻ പറഞ്ഞില്ല, ഒരു മുഖവ്യത്യാസവും ഞാൻ കാണിച്ചില്ല. സന്തോഷമായിട്ട് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എന്റെ ദൈവമാണ് അത് നടത്തുന്നത്. ശുഭാനന്ദ തപോശക്തിയാണ് പ്രത്യക്ഷമായുന്നത് നടത്തുന്നത്. അവിടെ ഒരു ചെറിയ ശില പോലും താൻ അറിയാതെ കടന്നുകൂടുകയില്ല. അങ്ങനെ കടന്നുകൂടിയാൽ പോലും അതിനെ പുറന്തള്ളുവാനുള്ള വ്യവസ്ഥ അവിടെ ഉണ്ട്. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. അതിന് ആത്മപ്രകാശമായി ജഗദീശ്വരൻ ഒരു ജന്മത്തെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ആത്മദീപം എന്ന് നാമകരണം ചെയ്തത്. ആയുരാരോഗ്യത്തോടു കാണുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊരു ഭാഗ്യാവസ്ഥയാണെന്ന് അറിവുള്ളവർ തിരിച്ചറിയട്ടെ. പ്രകാരം
ആദർശത്തിന്റെ കർമ്മങ്ങൾക്കായി ഒരു ജന്മത്തെ ഒഴിഞ്ഞു വെച്ചുകൊണ്ട് ജീവിക്കുകയും കർമ്മിക്കുകയും ചെയ്യുന്നത്, ആദർശത്തിന്റെ വളർച്ചയ്ക്കായി ജന്മത്തെ ഒഴിഞ്ഞു വെച്ചുകൊണ്ട് കർമ്മിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്, അത് ഈശ്വരന്റെ നിയോഗമാണെന്ന് അറിവുള്ളവർ അറിയട്ടെ. അത് ഈശ്വരന്റെ നിയോഗമാണെന്ന് അറിവുള്ളവർ പ്രകാരം അതിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇന്നേ ദിവസവും കഴിഞ്ഞ ദിവസവും അതിനു മുമ്പിലത്തെ ദിവസവും അതിനു മുമ്പുള്ള പല ദിവസങ്ങളിലായും ഈ ജന്മനക്ഷത്ര മഹോത്സവത്തിന് വേണ്ടി എന്തെല്ലാം ഒരുക്കങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചോ, എന്തെല്ലാം സാധന സാമഗ്രികൾ, വിലപിടിപ്പുള്ള പല വസ്തുക്കൾ, പച്ചക്കറി സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ, എന്ത് വേണ്ട പല മധുര പലഹാരങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് അർപ്പിച്ച് ഏവരെയും ഞാനിത് ആദർശിച്ച് അനുഗ്രഹിക്കുകയാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആനന്ദത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് നിങ്ങൾ നെടുനാൾ വളരുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ സ്തുതി നാളെ പ്രഭാതം വരെയും ആനന്ദമായി ഈശ്വരൻ നടത്തട്ടെ. നമുക്ക് ഈ ആരാധന കഴിഞ്ഞാൽ നമുക്ക് ആഹാരം കഴിച്ചിട്ട് അപ്പോൾ സ്തുതി ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം നമ്മുടെ ഗവർണർ അദ്ദേഹം അല്പം വൈകി വരുമെന്ന് അറിയിച്ചതുകൊണ്ട് സമ്മേളനം കുറച്ച് മുന്നോട്ട് മാറ്റിയാണ് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞതാണല്ലോ. അപ്പൊ അതിനിടയിൽ ഒരു സംഗീത അർച്ചനയുണ്ട്. അത് നമ്മുടെ സന്നിധാനത്തിൽ വെച്ച് തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഉന്നതമായ നിലയിൽ ആ സംഗീതാർച്ചനയും കഴിഞ്ഞ് നമുക്ക് സമ്മേളന വേദിയിലേക്ക് പോകാം. ഗവർണർ വന്ന് സമ്മേളനമെല്ലാം സമാപിച്ചതിന് ശേഷമേ എല്ലാവരും പോകാവൂ എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. സംപൂജ്യനായ നമ്മുടെ ആനന്ദവനം ഭാരതി സ്വാമി ഇതാ കടന്നു വരികയാണ്. ജുനാഖാഡയുടെ മഹാമണ്ഡലേശ്വരായ ആനന്ദവനം സ്വാമി ഇതാ ഈ വേദിയിലേക്ക് വരികയാണ്. നമ്മുടെ ജന്മനക്ഷത്ര സമ്മേളനത്തെ അനുഗ്രഹിക്കുവാൻ വേണ്ടി വന്നതാണ്. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെ അല്ല, അന്ന് മഹാമണ്ഡലേശ്വരായിട്ടാണ് വന്നത്. വലിയ ഒരു സ്ഥാനമാണ്. എന്നാൽ ഇപ്പോൾ അനേകം വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 170 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ കുംഭമേള മഹാമാഘം നടത്തി വിജയശ്രീലാളിതനായി വന്നിരിക്കുകയാണ്. നിണമൊഴുകാത്ത ഒരു മാമാങ്കം, രക്തമൊഴുകാത്ത ഒരു മാമാങ്കം, അത് നേരിട്ട് ഒറ്റയ്ക്ക് നിന്ന് നടത്തിയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ പ്രദേശം. ആയുരാരോഗ്യത്തോടുകൂടി മഹാശക്തി കരുതുമാറാകട്ടെ. സത്യത്തിനു വേണ്ടി ജീവിതം ചെയ്യുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ ഗുരുപരമ്പരകളെ മുഴുവനും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ഹൃദയത്തിന് ഉടമയാണ് നമ്മുടെ ആനന്ദവനം സ്വാമി. ഇപ്പോൾ നമ്മുടെ ഗവർണർ അദ്ദേഹം നമ്മുടെ സമ്മേളനത്തിൽ വരാൻ കാരണവും നമ്മുടെ സ്വാമിയുടെ ഇടപെടലുകൾ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് വളരെയേറെ തിരക്കുള്ള ഒരു സമയമാണ്. ആ തിരക്ക് കാരണം പല പ്രാവശ്യം ഒഴിവ് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, എന്തിനു പറയുന്നു, ഇന്ന് രാവിലെയും പറഞ്ഞു. പക്ഷേ ഈശ്വരന്റെ കാരുണ്യവും ഈ പുണ്യ ആത്മാക്കളുടെ ഇടപെടലും ഒക്കെ കൊണ്ട് ആ തിരക്കുകളൊക്കെ മാറ്റി നമ്മുടെ സന്നിധാനത്തിൽ എത്തിച്ചേരാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്രകാരമുള്ള കർമ്മങ്ങളിലൊക്കെ ബന്ധപ്പെടുന്ന നമ്മുടെ സ്വാമിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തി ആയുരാരോഗ്യത്തോടുകൂടി കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ടല്ലേ ഉടയവനാം ജഗദീശ്വരന്റെ കരുണയും കരുതലുമാകുന്നു. Hare Krishna
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.